മോഡലിംഗിലേക്ക് പോവാണ്. Okay, now we are going to see the modeling of a half subtractor. Okay, sorry, half adder first, half subtractor അതിന് ശേഷം വരാം. So first half adder. Okay, so half adder already നിങ്ങൾക്ക് അറിയാം, using structural modeling. half adder എന്ന് പറയുമ്പോൾ രണ്ട് 1 bit values ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണ് ഓൾറെഡി നമ്മൾ ഡിജിറ്റലി പഠിച്ചിട്ടുണ്ട്. which is going to have two outputs, one is sum and the other is carry അല്ലേ. So already ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. So if a and b are the inputs, XOR sum is equal to a XOR b and carry is equal to a and b അല്ലേ. സോ ഇത്ര നിങ്ങൾ ഓൾറെഡി അറിയാം, ഡയഗ്രാം നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. സോ അത് വെച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. പിന്നെ അത് വയറിന്റെ ഡിക്ലറേഷൻ വരുന്നുണ്ടോ? ജസ്റ്റ് എയും ബിയും മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഗേറ്റിന്റെ ഔട്ട് എടുത്തിട്ട് സം അതർ ഗേറ്റിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന കേസസിലാണ് യൂഷ്വലി നമുക്ക് വയർ വരുള്ളൂ. ഇപ്പൊ നിലവിൽ ഞാൻ പോർട്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരുന്നത് ആർ ദ ഇൻപുട്സ് വിച്ച് ആർ എ ആൻഡ് ബി, ഔട്ട്പുട്സ് വിച്ച് ആർ സം ആൻഡ് ക്യാരി. സോ ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ആക്ച്വലി വയറൊന്നും വരുന്നില്ല, കാരണം വളരെ സിമ്പിൾ ചെറിയ സർക്യൂട്ടാണ് അല്ലേ. സോ അപ്പൊ അതുകൊണ്ട് മൊഡ്യൂൾ നെയിം ബ്രാക്കറ്റിന്റെ അകത്ത് ദ ലിസ്റ്റ് ഓഫ് പോർട്സ് വിച്ച് ആർ സം ക്യാരി, അതുകൂടാതെ വി ആർ ഹാവിംഗ് എ ആൻഡ് ബി. Okay, then the declaration of the ports as input as well as output, which you are already familiar with. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ ടൈം കളയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി, കാരണം ഇപ്പോൾ നമ്മൾ മക്സും ഡിമക്സും കഴിയുന്നതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ കൂടിയതാണ് മക്സും ഡിമക്സും. സോ അത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹാഫ് ആഡർ ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ ഫുൾ സബ്ട്രാക്ടർ ഇപ്പോൾ വെരി സിമ്പിൾ ആണ്, ജസ്റ്റ് എ കേക്ക് വോക്ക്. ഓക്കെ, സോ നമുക്ക് XOR നോക്കാം. സോ XORന്റെ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? സം, then the inputs are a, b. ഇപ്പൊ നേരത്തെ നമ്മൾ ആൻഡും നോട്ടും ഒക്കെയാണ് മക്സ് ഡിമക്സിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ XOR is the keyword. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ക്ലാസ്സിൽ XOR ഗേറ്റിന്റെ ഒക്കെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ആൻഡ് നിങ്ങൾക്കറിയാം, ക്യാരി, ദെൻ ഇൻപുട്സ് എന്ന് പറയുന്നത് ആർ എ ആൻഡ് ബി. ഫസ്റ്റ് ഔട്ട്പുട്ട് എഴുതാൻ മറന്നു പോകരുത്. XOR, then ഗേറ്റ് ലേബൽ വിച്ച് ഇസ് X1, അത് ഞാൻ ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. A1 എന്ന് പറയുന്നതാണ് ആൻഡ് ഗേറ്റിന്റെ ലേബൽ. ലേബൽ കൊടുത്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. ചെറിയ സർക്യൂട്ട്സിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ ലേബൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ ഇപ്പം നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന മക്സ് 1:8, 8:1 മക്സ് ഡിമക്സിന്റെ ഒക്കെ കേസ് വരുമ്പം ലേബൽ കൊടുത്തില്ലെങ്കിൽ ഏത് ഗേറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഓരോന്നിന്റെ പോർട്ടിനും തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ പൊതുവെ ലേബൽസ് യൂസ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സാമിന് എഴുതുന്ന സമയത്ത് സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ ഫിഗർ കമ്പൽസറി ആണ്. നിങ്ങൾ ഫിഗറിൽ എന്ത് പേരാണോ പോർട്ടുകൾക്ക് കൊടുത്തിരിക്കുന്നത് അതേ പോർട്ട് നെയിംസ് തന്നെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഇവിടെ ഞാൻ എയും ബി എന്ന് വിളിച്ചേച്ച് പ്രോഗ്രാമിൽ വന്നിട്ട് ഞാൻ എക്സും വൈ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണോ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പേര് അതേ പേര് തന്നെ ആയിരിക്കണം പ്രോഗ്രാമിൽ ഉണ്ടാവേണ്ടിയത്. പിന്നെയുള്ളത് പ്രിഫറബിളി ഇപ്പം ഹാഫ് ആഡർ ഫുൾ ആഡർ അല്ലെങ്കിൽ ഫുൾ ആഡർ പറ്റത്തില്ലായിരിക്കും. ഹാഫ് ആഡർ ഹാഫ് സബ്ട്രാക്ടർ ഒക്കെ ആ കൂടെ രണ്ട് ഗേറ്റേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 3 ഗേറ്റ് ഒക്കെ വരുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ വരുന്ന കേസസ് നമുക്ക് ലേബിൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ലേബിൾ അതിനേക്കാളും കൂടുതൽ ഒക്കെ വരുന്ന കേസസിൽ നമ്മൾ ലേബിൾ കൊടുക്കുന്നതാണ് ഗേറ്റ്സിന് ഐഡിയൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഗേറ്റ് ലേബിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഗേറ്റിന്റെ അകത്തോ അല്ലെ തൊട്ട് മുകളിലായിട്ടൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് എക്സാമിന് എഴുതുമ്പോൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് X1 എന്ന് എനിക്ക് നേരെ നോക്കിയാൽ മതി. XOR എന്ന് പറയുന്നത് നിങ്ങൾ X1 എന്ന് ഇപ്പോൾ ഫിഗറിൽ ലേബൽ ചെയ്തിരിക്കുന്ന ഗേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒറ്റൊരു ഗേറ്റ് ഒരൊറ്റ XOR ഉള്ളതുകൊണ്ട് ഇതിപ്പം ഈസിലി ഐഡന്റിഫയബിൾ ആണ്. അപ്പം നമ്മുടെ നേരത്തെ നമ്മുടെ ഈ ഡിമക്സിൻ്റെ ഒക്കെ കേസ് വരുവാണെങ്കിൽ ഞാനിവിടെ ആൻഡ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഏത് ആൻഡിനെയാണ് വിളിച്ചേക്കുന്നത്, MSBയിൽ ഇരിക്കുന്ന ആൻഡ് ആണോ LSBയിൽ ഇരിക്കുന്ന ആൻഡ് ആണോ എന്നുള്ളത് നമ്മൾ ഓരോന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഇപ്പം നമ്മൾ ഒരു ലാർജർ പ്രോഗ്രാം ഒക്കെ എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാനും വാല്യൂ, ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ വാല്യൂ എന്ന് ഇവാലുവേറ്റർ കണ്ടുപിടിക്കാനും, അല്ലാത്ത കേസിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുന്ന പ്രോഗ്രാമിൽ അത് തെറ്റാതിരിക്കാനും നല്ലതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചറൽ മോഡലിംഗ് ഓഫ് ഹാഫ് ആഡർ. സോ ഡയറക്ട്ലി തന്നെ ഹാഫ് ആഡറിന്റെ ഡേറ്റ ഫ്ലോ മോഡലിംഗിലേക്ക് പോവാണ്. സോ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. സം ഈസ് ഈക്വൽ ടു എ XOR b ആൻഡ് C ഈസ് ഈക്വൽ ടു AB. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി ഞാൻ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഈ സ്ലൈഡിൽ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. എക്സാമിന് എഴുതുന്ന സമയത്ത് ഇക്വേഷൻ സൈഡിലൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ മൊഡ്യൂളിലെ ലിസ്റ്റ് ഓഫ് പോർട്ട് ആൻഡ് പോർട്ട് ഡിക്ലറേഷൻ, ഇത്ര ഭാഗത്തിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. ആകെ കൂടെ 2 ലൈനിലെ വ്യത്യാസം വരുള്ളൂ, വിച്ച് ആർ ദിസ് 2 ലൈൻസ് അല്ലേ. എൻ മൊഡ്യൂളിൽ തൊട്ട് മുമ്പേ കിടക്കുന്ന ഈ ഒരു 2 ലൈൻസിൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഡിഫറൻസ് വരത്തുള്ളൂ. കാരണം സെയിം വേരിയബിൾ നെയിംസ് ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. So here sum is equal to XOR ന്റെ ഓപ്പറേറ്റർ
അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേറ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സിമ്പിൾ ഫോർ XOR. നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നതാണ് ഡേറ്റ ഫ്ലോ. സിമിലർലി എ ആൻഡ് ബി, ആൻഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആംബസെൻ്റ് ആണ്. സോ ആംബസെൻ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. നൗ ഹാഫ് ആഡറിൻ്റെ ബിഹേവിയറിലേക്ക് പോവാണ്. ഓക്കെ, സോ ഹാഫ് ആഡറിൻ്റെ ബിഹേവിയറൽ മോഡൽ ഞാനിപ്പോൾ 2 സ്റ്റൈൽസിൽ എഴുതി കാണിക്കുന്നുണ്ട്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഇഫ് എൽസ് ഇഫ് വെച്ചിട്ടും, അതേപോലെ തന്നെ ബിഹേവിയറൽ മോഡലിംഗ് യൂസിങ് കേസ് സ്റ്റേറ്റ്മെന്റ്. രണ്ടിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾക്ക്, ഞാൻ പ്രത്യേകം ക്ലാസ്സിൽ നമ്മൾ ഡിമക്സിന്റെ കേസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഫ് എൽസ് ഇഫ് വെച്ച് എഴുതി പോവാം, അല്ലെങ്കിൽ കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. കേസ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് വരുന്ന ടെസ്റ്റ് ബെഞ്ചിലൊക്കെ ഉപയോഗിക്കാൻ നല്ലത്. ടെസ്റ്റ് ബെഞ്ചിലല്ല, നമ്മൾ പ്രോഗ്രാംസിൻ്റെ അകത്ത് ബിഹേവിയറൽ മോഡലിംഗ് സ്റ്റൈലിൻ്റെ അകത്ത് എഴുതാൻ നല്ലതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ ഞാൻ 2 സ്റ്റൈലും ഒന്ന് കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം, പ്രിഫറബിളി ഐ വുഡ് സജസ്റ്റ് ഫോർ കേസ് വെച്ചിട്ട് എഴുതുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം ചെറിയ പ്രോഗ്രാംസിനൊക്കെ ഇഫ് എൽസ് ഇഫ് ഒക്കെ വെച്ച് എഴുതി പോകാൻ നല്ലതായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ലാർജർ പ്രോഗ്രാംസ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അത് എഴുതാനായിട്ട്. ഓക്കെ, സോ എന്തായാലും ഞാൻ 2 ഒന്ന് കാണിക്കുന്നുണ്ട്. സോ ഇനീഷ്യലി വി വിൽ ഗോ ഫോർ the behavioral modeling of half adder. So behavioral modeling എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും സ്ട്രക്ചറൽ മോഡലിംഗ് ആണെങ്കിൽ ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ഡേറ്റ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇക്വേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബിഹേവിയറൽ മോഡലിംഗ് എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ട്രൂത്ത് ടേബിൾ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ട്രൂത്ത് ടേബിൾ ആണ് ഏറ്റവും ബോട്ടം റൈറ്റിൽ എഴുതിയിരിക്കുന്നത്. എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട്, സം ആൻഡ് ക്യാരി ആർ ദ ഔട്ട്പുട്ട്സ്. ഓക്കെ, സോ 0 0 0 1 1 0 ഓൾറെഡി നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ ഫെമിലർ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്നതാണ് അല്ലേ. സോ ഈ സെയിം ട്രൂത്ത് ടേബിൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഇനീഷ്യൽ ഡിക്ലറേഷൻ പാർട്ട് ഈസ് same as what we have already done for the structural as well as the data flow modeling. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഹേവിയറൽ മോഡലിംഗ് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് whatever are the output variables that needs to be declared as registers. Reason എന്താണ്? Because that needs to hold some value. കാരണം ഔട്ട്പുട്ടിലേക്ക് എന്താ ഈ ഇൻപുട്ട് വരുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ് വരിക എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ഔട്ട്പുട്ട് നീഡ്സ് ടു ഹോൾഡ് സം വാല്യൂ. സോ അതുകൊണ്ട് ദാറ്റ് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് എ രജിസ്റ്റർ യൂസിങ് ദ കീവേഡ് reg. അവിടെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എൻ അഡീഷണൽ വേരിയേഷൻ. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ബിഹേവിയർ മോഡലിംഗ് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വി ഹാവ് ടു യൂസ് ദ ഓൾവേസ് ബ്ലോക്ക്. ദെൻ ഓൾവേസ് ബ്ലോക്കിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുന്ന കാര്യങ്ങൾ ആർ കോൾഡ് ആസ് എ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. സോ വാട്ട് എവർ ആർ ദ ഇൻപുട്ട് വേരിയബിൾസ് അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട്. സോ സെൻസിറ്റിവിറ്റി ലിസ്റ്റിനകത്ത് ഒന്നെങ്കിൽ നമുക്ക് എ കോമ ബി എന്നോ അല്ലെങ്കിൽ എ ഓർ ബി എന്നോ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എ ഓർ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. എ കോമ ബി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ദെൻ അതിനുശേഷം ഉറപ്പായിട്ട് ബിഗിനിന് വേണ്ടി വരും നമുക്കറിയാം. ദെൻ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ആദ്യം നമുക്ക് എഴുതേണ്ട ലൈൻ നമ്മുടെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കിയേ. A is equal to 0 and B is equal to 0. എയും ബിയും രണ്ടും 0 ആണെങ്കിൽ A is equal to 0 as well as B is equal to 0. A മാത്രം 0 ആയിട്ട് കാര്യമില്ല. A and B is equal to 0 ആണെങ്കിൽ what should happen? Sum is equal to 0 and carry is equal to 0. ഇതാണ് നമുക്ക് നടക്കേണ്ടത്. ഫസ്റ്റത്തെ നമ്മുടെ കോമ്പിനേഷൻ ഇൻ ദ ട്രൂത്ത് ടേബിൾ. അതാണ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് A is equal to 0, ഇഫ് A 0 ആണോ എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഡബിൾ ഈക്വൽ ടു വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ആൻഡ് ഓൾസോ ഇത് നമ്മളുടെ 2 ആൻഡ് വരാനുള്ള റീസൺ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ ആബസെന്റ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് പഠിച്ച സമയത്ത് സിംഗിൾ ഡബിളും ഒക്കെ എപ്പോഴാണ് ഉപയോഗിക്കുക നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ബി is equal to 0. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നോക്കിയാൽ A is equal to 0 ആൻഡ് B is equal to 0. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ സം is equal to 0 ആസ് വെൽ ആസ് ക്യാരി is equal to 0 ആവത്തുള്ളൂ അല്ലേ. സോ ഇതിനകത്ത് ഒരു വ്യത്യാസവും കൂടെ നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന ടെസ്റ്റ് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബിഗിനൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ബിഗിനൻഡ് ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ഔട്ട്പുട്ട് അല്ല. നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന മക്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ സിംഗിൾ ഔട്ട്പുട്ട് ആയിരുന്നു അല്ലേ. സോ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഒരു ബിഗിൻ എൻഡും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ സം എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടും ഉണ്ട്, ക്യാരി എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടും ഉണ്ട്. ആസ് പെർ ട്രൂത്ത് ടേബിൾ വി നോ ദാറ്റ് ഫോർ ദിസ് കോമ്പിനേഷൻ സം ഇസ് ഈക്വൽ ടു 0 ആൻഡ് ക്യാരി ഇസ് ഈക്വൽ ടു 0. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ഇതല്ലെങ്കിൽ ഇത് മാത്രമല്ലല്ലോ നമുക്ക് നടക്കാൻ ചാൻസ് ഉള്ള ട്രൂത്ത് ടേബിളിനകത്ത് വൺ ഓഫ് ദ ഫസ്റ്റത്തെ കോമ്പിനേഷൻ മാത്രമാണ് നമ്മൾ ഇത്രയും ഒരു പോർഷൻ കൊണ്ട് എഴുതിയേക്കുന്നത്. ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഇഫ് എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 വാട്ട് ഷുഡ് ഹാപ്പൻ? സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഷുഡ് ബി ഈക്വൽ ടു 0. ഇതാണ് നടക്കേണ്ടത് അല്ലേ? സോ എൽസിഫ് അതാണ് നമ്മളുടെ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. എൽസിഫ് ഇഫ് ഇത് ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാണ്. എൽസിഫ് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? എ ഈസ് ഈക്വൽ ടു 0 ആണ്, ഡബിൾ ആംബസൻ, അതേപോലെ തന്നെ ബി ഈസ് ഈക്വൽ ടു 1, എ ഈസ് ഈക്വൽ ടു 0 1 കോമ്പിനേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം ഈസ് ഈക്വൽ ടു 1. സോ ബിഗിൻ ആൻഡ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഇപ്പം ഇതിനകത്ത് പുതിയതായ ഡിസ്റ്റിങ്ഷൻ ആക്ച്വലി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്താണോ സെയിം സാധനം നമ്മൾ പ്രോഗ്രാമായിട്ട് എഴുതി വെച്ചേക്കുവാണ്. സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 0. ഇനിയിപ്പോൾ ഇതുമല്ല, ഈ ആദ്യത്തെ രണ്ട് കോമ്പിനേഷനും അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ സീക്വൻസ് എന്ന് പറയുന്ന അടുത്തതിലേക്ക് പോവാണ്. എൽസിഫ് എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. നിങ്ങൾ സിയിലൊക്കെ സിമിലർ ടൈപ്പ് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലെല്ലാം എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബിഗിനറ്റ്. ദെൻ ഇതൊന്നും അല്ലെങ്കിൽ ലാസ്റ്റത്തെ കേസ് എൽസ് അല്ലേ? സോ എൽസ് ഇനി ചെക്ക് ചെയ്യാനുള്ള ഒറ്റ കോമ്പിനേഷൻ കൂടെ ഉള്ളൂ. എ ഈസ് ഈക്വൽ ടു 1 ആസ് വെൽ ആസ് ബി ഈസ് ഈക്വൽ ടു 1. സോ എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ സം ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 1. അത്രേ ഉള്ളൂ. സോ എൻഡ് ആൻഡ് എൻഡ് മൊഡ്യൂൾ. സോ ഇത് ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? ആൽഫിൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സിദ്ധാർത്ഥ് സതീഷ് ക്ലിയർ ആണോ? പവിത്ര ക്ലിയർ ആണോ? പവിത്ര ക്ലിയർ ആണോ? നേഹ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റൈൽ. അതായത് ഹാഫ് ഹെഡറിന്റെ തന്നെ ബിഹേവിയർ മോഡലിംഗ് തന്നെയാണ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇഫ് എൽസ് ഇഫ് വെച്ചിട്ടാന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കേസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് പ്രിഫറബിളി നിങ്ങൾ കേസ് സ്റ്റേറ്റ്മെന്റ് എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലാർജർ പ്രോഗ്രാംസിന് കേസ് സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ 8:1 or 1:8 ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ പ്രിഫറബിളി നിങ്ങൾ കേസ് നിങ്ങൾക്ക് എഴുതാൻ മേ ബി കുറച്ച് എളുപ്പം ഇഫ് എൽസ് ഇഫ് വെച്ച് എഴുതുന്നതായിരിക്കും. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ പിന്നീട് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ വെരിലോഗിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ ഇതായിരിക്കും കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ പോർഷൻസിൽ ഒന്നും തന്നെ വ്യത്യാസമില്ല. ഈ ഒരു ബിഗിൻ വരെ ഒരു വ്യത്യാസവും ഇല്ല. ആകെ കൂടെ ഈ ഒരു ബിഗിൻ്റെ എൻഡിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പോർഷൻസ് മാത്രമാണ് വേരിയേഷൻ. അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എത്ര ലൈൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടേക്ക് വരുമ്പോൾ നോക്കിയാൽ ആകെ കൂടെ ഇത്രയും ലൈൻസിന് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ അപ്പോൾ കേസ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് കൺകാറ്റനേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. കാരണം എയുടെയും ബിയുടെയും വാല്യൂ വാട്ട് എവർ ഇസ് ദ വാല്യൂ ഇൻ എ ആൻഡ് ബി വിച്ച് ആർ ദ ഇൻപുട്സ് അല്ലേ? സോ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എയുടെയും ബിയുടെയും വാല്യൂസ് എന്തൊക്കെ കോമ്പിനേഷൻ വരും എന്നാണ് ഇത് തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. സോ ഓൾറെഡി നമ്മൾ സിൻടാക്സ് കണ്ടിരിക്കുന്നതാണ്. സോ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ 2-bit ബൈനറി 00 വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? സം ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 1. സോ രണ്ട് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ബിഗിനന്റ് വരും എന്നുള്ളത് മറന്നു പോകല്ല. സോ സിമിലർലി 0 1 വരുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്കറിയാം ഫ്രം ദ ട്രൂത്ത് ടേബിൾ സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 0. സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് കോമ്പിനേഷൻ എ ബിയുടെ വാല്യൂ 1 0 വരുന്ന സമയത്ത് സം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 0. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കേസ് വെൻ എ ഈസ് ഈക്വൽ ടു 1 ബി ഈസ് ഈക്വൽ ടു 1 വരുവാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യാരി ഈസ് ഈക്വൽ ടു 1. സോ കേസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ കേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് എൻഡ് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മൾ സിൻടാക്സിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ ബിഗിനിന്റെ എൻഡ് ആൻഡ് ഫൈനലി ദ എൻഡ് മൊഡ്യൂൾ. നൗ അപ്പോൾ അതായത് പറഞ്ഞത് ബിഹേവിയർ മോഡലിംഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസിങ് കേസ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചിലപ്പോഴേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാൻ രണ്ടും കൂടെ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. നൗ ഡയറക്ട്ലി മൂവിങ് ഓൺ ടു ദ ടെസ്റ്റ് ബെച്ച്. ഹാഫ് ആഡറിന് ഇപ്പം നമ്മൾ അതേ പറഞ്ഞ് നമ്മൾ ഓൾറെഡി മക്സിൻ്റെ ഡിമക്സിൻ്റെ ഒക്കെ എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്കി ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഒരുവിധം എല്ലാം തന്നെ ഏറെക്കുറെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഹാഫ് ആഡറിൻ്റെ ടെസ്റ്റ് ബെഞ്ചിലേക്ക് വരികയാണെങ്കിൽ മൊഡ്യൂൾ നെയിം കൊടുക്കുന്നു. ലിസ്റ്റ് ഓഫ് വാട്ട്സ് ഇല്ലെന്നറിയാം. നമ്മുടെ ഇൻപുട്ടിൽ നമ്മൾ
ഇൻപുട്ട് ആയിട്ട് മെയിൻ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്തിരുന്നതെല്ലാം ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് റെജ് ഹിയർ. സോ നേരത്തെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ എ ബി ആർ ദ ഇൻപുട്ട്. സോ ഇവിടെ വന്നപ്പോൾ റെജ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ദെൻ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വാട്ട് എവർ ആർ ദ വേരിയബിൾ ദാറ്റ് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് വയർ ഇൻ ദ ടെസ്റ്റ് ബെഞ്ച് എന്നറിയാം. സോ വയർ ആയിട്ട് നമ്മൾ സമ്മിനെയും ക്യാരിനെയും ഔട്ട്പുട്ട് ആയിട്ട് മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരുന്നത് ഇസ് ഡിക്ലെയർഡ് ആസ് വയർ യൂസിംഗ് ദ കീവേർഡ് വയർ ഇൻ ദ ടെസ്റ്റ് ബെഞ്ച്. ദെൻ ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇസ് ദ ഇൻസ്റ്റാൻസിയേഷൻ. ഫോർ ഇൻസ്റ്റാൻസിയേഷൻ വി നീഡ് ടു യൂസ് ദ നെയിം ഓഫ് ദ മെയിൻ പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാമിൽ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ വിളിക്കണം എന്നുള്ള നിർബന്ധമാണ്. സോ നെയിം, ദെൻ UUT, ദെൻ വാട്ട് എവർ ആർ ദ ലിസ്റ്റ് ഓഫ് പോർട്ട്സ്. ആ പോർട്ടുകളെല്ലാം നമ്മൾ വി ഹാവ് ടു കണക്ട് ദം ബൈ ദ നെയിംഡ് ലിസ്റ്റ്. ഇൻസ്റ്റാൻസിയേഷൻ ബൈ നെയിംഡ് ലിസ്റ്റ്. സോ നമ്മുടെ ലിസ്റ്റ് ഓഫ് പോർട്ട്സ് കിടക്കുന്ന സമ്മ്, ക്യാരി, എ ബി അത് തന്നെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, മെയിൻ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വേരിയബിൾ തന്നെ ടെസ്റ്റ് ബെഞ്ചിന് ഉപയോഗിച്ചാൽ പ്രിഫറബിളി ഇവിടെ നിങ്ങൾക്ക് തെറ്റാതിരിക്കും അല്ലേ. സോ വേണമെങ്കിൽ വേറെ വേരിയബിൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതുമ്പോൾ മെയിൻ പ്രോഗ്രാം വേരിയബിൾ, അതിൻ്റെ അകത്ത് ടെസ്റ്റ് ബെഞ്ച് വേരിയബിൾ എന്നുള്ള രീതിയിൽ വേണം എഴുതി പോകാനായിട്ട്. കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രിഫറബിളി സെയിം വേരിയബിൾസ് യൂസ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ദ ഇനീഷ്യൽ ബ്ലോക്ക് വരുന്നുണ്ട്. സോ ഇനീഷ്യലി ബിഗിൻ ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും വാല്യൂ അല്ലേ. സോ നമ്മുടെ എയ്ക്കും ബിക്കും 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് വരേണ്ടത് അല്ലേ. സോ എയ്ക്കും ബിക്കും 0 വരുന്ന കേസ്, ദെൻ 0 1 1 0 ആൻഡ് 1 1. സോ ആ 4 കോമ്പിനേഷൻസ് നമ്മൾ ജസ്റ്റ് ഒരു ടൈം ഡിലേ കൊടുത്ത് ആ 4 കോമ്പിനേഷൻസ് കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ടെസ്റ്റ് ബെഞ്ച് ഓഫ്